പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സലീം ഫിലിപ്പ്, പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആനിത്തോട്ടം, പാർട്ടിയുടെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയി വെള്ളരിങ്ങാട്ട്, പാർട്ടിയുടെ പൂഞ്ഞാർ നിയോജകമണ്ഡലം സെക്രട്ടറി ജിമിച്ചൻ തകടിയേല്, പാർട്ടിയുടെ നിയോജകമണ്ഡലം ജോയിന്റ് സെക്രട്ടറി ജോസ് കുഞ്ഞ് കാരിക്കാട്ട്, അതുപോലെ തന്നെ പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ തോമസ്, സെക്രട്ടറി ജോബി കല്ലറിക്കല്, മണ്ഡലം ഭാരവാഹികളായ ജോയിച്ചൻ ഞരളക്കാട്ട്, നോബി മാടപ്പള്ളി, ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പൂഞ്ഞാറിലെ ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സേവകരെ, എന്നെ ശ്രമിക്കുന്ന നല്ലവരായ പൂഞ്ഞാറിലെ ജനാധിപത്യ വിശ്വാസികളെ, സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ പാതിവില തട്ടിപ്പിനെതിരെയാണ് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിനുവേണ്ടി ഒരു സമരവും നടത്താതിരുന്നപ്പോൾ സത്യസന്ധമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആം ആദ്മി പാർട്ടി സംസ്ഥാനമൊട്ടാകെ ഈ സമര പരിപാടിയായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന് മുൻകൈ എടുത്തവരും ഇതിന് പിറകിൽ പ്രവർത്തിച്ചവരും ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിലാണ്. അവരൊക്കെ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ പണത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അതിനുവേണ്ടി ഒന്ന് ശബ്ദിക്കുവാന് തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ആം ആദ്മി പാർട്ടി ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ തട്ടിപ്പ് ആദ്യമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റ് എന്തോ ഒരു വലിയ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ചേർന്നാല് പകുതി വിലയ്ക്ക് നമുക്ക് സ്കൂട്ടർ കിട്ടും, ലാപ്ടോപ്പ് കിട്ടും, ഫർണിച്ചർ കിട്ടും. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ എന്തോ വലിയൊരു സംഭവം ഈ നാട്ടിൽ നടക്കുന്നു, ഈ രാജ്യത്ത് നടക്കുന്നു. നിങ്ങൾക്കതിൽ പങ്കാളികളാകണ്ടേ എന്നുള്ളതാണ് ഇന്ന് ചോദ്യം. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് എന്തെങ്കിലും നട്ടാപ്പിച്ച ഞങ്ങൾക്കും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ട് അതിന് പിറകിൽ നിന്ന് ചരട് വലിച്ചു. നമുക്കറിയാം, ഓരോ പഞ്ചായത്തിലും CDS മുഖേനയും പഞ്ചായത്തിൽ സ്വാധീനമുള്ള പഞ്ചായത്ത് മെമ്പർമാരുമൊക്കെ ഇതിന്റെ കണ്ണികളായിരുന്നു. അവരായിരുന്നു സാധാരണക്കാരായ മനുഷ്യരുടെ മുമ്പിൽ ഇത് പരിചയപ്പെടുത്തിയത്. കാരണം സാധാരണക്കാരായ മനുഷ്യർ പലരുടെ ആവശ്യങ്ങൾക്കും അവർ ഓടിയെത്തുന്നത് ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർമാരെ CDS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇവർ ഓരോ ആവശ്യം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ സാമ്പത്തിക തട്ടിപ്പുകളെല്ലാം പെടുന്നത് വലിയ സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു. അവരുടെ മിച്ചമുള്ള പണം അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് അനധികൃതമായി കിട്ടിയ സമ്പാദ്യമൊക്കെ ആയിരുന്നു അവർ സാധാരണ ഇങ്ങനെ തട്ടിപ്പ് കേസുകളിൽപ്പെട്ട് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പാതിവില തട്ടിപ്പ് കേസിൽ എന്താണ് നടന്നത്? സാധാരണക്കാരായ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്നവര്, അല്ലെങ്കിൽ കൂലിവേല ജീവിക്കുന്നവര്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു കാര്യങ്ങളൊക്കെ നടത്തി അന്നത്തെ കാര്യങ്ങൾ മാത്രം മുന്നോട്ട് പോകുന്ന സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇവരിൽ ബലിയാടാക്കിയത്. അവർക്കറിയാമായിരുന്നു ഇത്തരം സാധാരണക്കാരായ മനുഷ്യരെ ഇതിൽ പെടുത്തിയാല് ഇവർക്ക് വേണ്ടി പ്രതികരിക്കുവാന് ആരുമില്ല എന്നവർ കരുതി കാണണം. എന്നാൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ, സാധാരണക്കാരനായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ആം ആദ്മി പാർട്ടി ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധ സമരത്തില് നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ പൂഞ്ഞാത്തക്കരയിൽ ഏകദേശം 200ഓളം പേരാണ് ഈ തട്ടിപ്പിൽ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒന്ന് പ്രതികരിക്കുവാൻ, അവരുടെ കൂടെ നിൽക്കുവാന് ആരെങ്കിലും ഇപ്പോഴുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവരെയൊക്കെ ഇതിനുവേണ്ടി പ്രേരിപ്പിച്ചവർ ഇതിനു മുന്നിൽ വലിയ പാരിതോഷികങ്ങൾ കിട്ടി ഇതിന് പുറകിൽ നിന്നവര് ഇപ്പോൾ പുറകിലേക്ക് വലിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ആം ആദ്മി പാർട്ടി ഇതിന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രവാർത്തകളിലൊക്കെ കണ്ടു, ഈ കേരള സംസ്ഥാനം ആകെ 25,000 പേരുടെ പേരുകളാണ് റിപ്പോർട്ട് ചെയ്തിരിപ്പെട്ടിരിക്കുന്നത്. നഷ്ടത്തിന് തട്ടിപ്പിനിരയായ 25,000 പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ എത്രയോ അധികമായിരിക്കണം ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ പൂഞ്ഞാറിൽ പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 154 കേസുകളാണ്. എന്നാൽ ഇതിന്റെ ഇരട്ടിയോളം വരുമെന്നുള്ളതാണ് സത്യം. പലരും ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് ഞങ്ങൾക്ക് നഷ്ടപ്പെടണം, ഞങ്ങൾ തിരികെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ്. സത്യം ഇതൊന്നുമല്ല. നഷ്ടപ്പെട്ടവർ, ഈ കബളിപ്പിക്കപ്പെട്ടവർ ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് അവരുടെ നിസ്സഹായതയെ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ നിസ്സഹായക്ക് വേണ്ടി അവർക്ക് വേണ്ടി പോരാടുവാനാണ് ആം ആദ്മി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനു പുറകിലുള്ള രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ സംഘടനകളെയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണം. അവരെയും പ്രതി ചേർക്കണം. അവർക്ക് പാരിതോഷികമായി ലഭിച്ച തുക, അവർ കൈക്കൂലിയായിട്ട് വാങ്ങിച്ച തുക അവരിൽ നിന്ന് ഈടാക്കി നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ്
ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യം അത് നിഷ്പക്ഷമായിരിക്കണം. ആ അന്വേഷണം നടത്തി രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാര്, പൊതുപ്രവർത്തകരായിട്ടുള്ള മറ്റ് സംഘടനകളിൽപ്പെട്ടവര് അവരൊക്കെ ഇതിന് ഇരയായി തീർന്നിട്ടുണ്ട്, അവരൊക്കെ ഇതിന് പുറകിലുണ്ട്. അവരെയൊക്കെ തുറന്നു കാട്ടുവാന്, അവരുടെ പേര് കേസെടുക്കുവാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാകണം. ആ തയ്യാറാകുന്നുള്ള സമരങ്ങൾക്ക് എല്ലാ ബഹുജന പിന്തുണയും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ സമരാധ്യയായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സലീം ഫിലിപ്പിനെ ക്ഷണിച്ചുകൊള്ളുന്നു.